നിയമവ്യവസ്ഥ തകർന്ന ബംഗാൾ. കൊൽക്കത്തയിൽ നിയമ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചു. തൃണമൂൽ കോൺഗ്രസ് നേതാവടക്കം 3 പേരെ അറസ്റ്റ് ചെയ്തു. സൗത്ത് കൊൽക്കത്തയിലെ ലോ കോളേജിലാണ് ഇന്നലെ സംഭവമുണ്ടായത്. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, ബംഗാളിലെ സ്വൈരജീവിതം താറുമാറാകുന്ന നിലയിലാണ് അവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നിയമ സംവിധാനങ്ങൾ വരെ ബംഗാളിൽ തകരുന്നു. മമതാ സർക്കാരിന് കീഴിൽ കൊൽക്കത്തയിൽ നിയമ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചു എന്നുള്ള വാർത്ത പുറത്തു വരുന്നു. തൃണമൂൽ കോൺഗ്രസ് നേതാവടക്കമാണ് ഇതിലെ പ്രധാന പ്രതികൾ. അവരെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. കൂടുതൽ വിവരങ്ങൾ ശ്രീകാന്ത്. ഒരു വനിതാ മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനത്താണ് സ്ത്രീകൾക്ക് അവരുടെ മാനത്തിന് വിലയില്ലാതായി മാറിയിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. കാരണം ഈ RG കർ മെഡിക്കൽ കോളേജിൽ വച്ച് ഒരു മെഡിക്കൽ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് അതിൻ്റെ അലയൊലികൾ, അതിലുള്ള പ്രതിഷേധമൊക്കെ കെട്ടടങ്ങും മുമ്പാണ് ബംഗാളിൽ നിന്നും വീണ്ടും ഒരു പീഡന വാർത്ത പുറത്തു വരുന്നത്. ഇത്തവണ അവിടെ പീഡനത്തിനിരയായത് ഒരു മെഡിക്കൽ വിദ്യാർത്ഥിനിയാണ്. അതിൻ്റെ സംഭവം ഇങ്ങനെയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. അതിലൊരാൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവാണ്. അയാളുടെ പേര് മനോജിത് മിശ്ര എന്നാണ്. മുൻ വിദ്യാർത്ഥിയും തൃണമൂൽ കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ TMCPയുടെ മുൻ യൂണിറ്റ് പ്രസിഡന്റുമാണ് ഈ മനോജിത് മിശ്ര. പിന്നെ ഒരാൾ സൈബ് അഹമ്മദ് എന്ന ഒരു വിദ്യാർത്ഥിയാണ്. പ്രമിത് മുഖർജി എന്ന സ്റ്റാഫ് അംഗവും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സൗത്ത് കൊൽക്കത്തയിലെ ലോ കോളേജിൽ ഇന്നലെയാണ് ഈ സംഭവം നടന്നത്. സെക്യൂരിറ്റി ഗാർഡിൻ്റെ മുറിയിൽ കൊണ്ടുപോയി ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു. അവിടെ ഒരു ആവശ്യത്തിന് വേണ്ടി 24-കാരിയായ പെൺകുട്ടി അവിടെ ഒരു ആവശ്യത്തിനായി വന്നതാണ്. ഫോം പൂരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി സെക്യൂരിറ്റി ഗാർഡിൻ്റെ മുറിയിൽ വെച്ച് പീഡനത്തിന് ഇരയാക്കുകയാണ് ഉണ്ടായത്. തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് ഈ കേസിൽ അറസ്റ്റിലായി എന്ന് പറയുമ്പോൾ അവിടുത്തെ ഒരു നിയമവ്യവസ്ഥയുടെ കുത്തഴിഞ്ഞ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒരു വനിതാ മുഖ്യമന്ത്രി ഭരിക്കുന്നതാണ് അവിടെ. അവർക്ക് കീഴിലാണ് തുടർച്ചയായി ഇങ്ങനെ സ്ത്രീകൾ പീഡനത്തിനിരയാകുന്നത്, പീഡിപ്പിക്കപ്പെടുന്നത്. നിയമ സംവിധാനം പൂർണ്ണമായും അവിടെ കുത്തഴിഞ്ഞ അവസ്ഥയിലാണ് എന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. വളരെ വ്യക്തമാണ്. ബംഗാളിലെ നിയമവ്യവസ്ഥ തകർന്ന് തരിപ്പണമാകുന്നു. കൊൽക്കത്തയിൽ നിയമ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച സംഭവം ഇപ്പോൾ പുറത്തു വരികയാണ്. തൃണമൂൽ കോൺഗ്രസ് നേതാവടക്കം ഈ കേസിൽ അറസ്റ്റിലാവുകയും ചെയ്തു. സൗത്ത് കൊൽക്കത്തയിലെ ലോ കോളേജിൽ ഇന്നലെയായിരുന്നു സംഭവം. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ശ്രീകാന്ത്.